നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജൂൺ മാസം 4-ാം തീയതി 1200-ാം ആണ്ട് ഇടവ മാസം 21-ാം തീയതി ബുധനാഴ്ച. ഇന്ന് ബുധനാഴ്ചയാണ്. ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രം ശുഭനക്ഷത്രമാണ്, ശുഭദിനവുമാണ്. ബുധനൊരു പ്രത്യേകതയുള്ളത് പ്രവർത്തികാരകനാണ് ബുധൻ. പലരും പറയണ കേട്ടിട്ടുണ്ട്, ഞാൻ ഓരോ സ്ഥാപനം തുടങ്ങുന്നതും ഓരോന്ന് ചെയ്യണതും ഞാനൊരു ജ്യോത്സ്യൻ്റെ അടുത്തും പോയി നോക്കാറില്ല. ഞാൻ ബുധനാഴ്ച നോക്കി ചെയ്യും. ബുധനാഴ്ചകളിൽ ചെയ്യുന്നതെല്ലാം എനിക്ക് ഭാഗ്യം തരുന്നതായി കണ്ടിട്ടുണ്ട്. ശരിയാണ്, ബുധനാഴ്ച പൊതുവെ പ്രവർത്തികാരകനാണ് ബുധൻ. നമ്മളെ എന്ത് പ്രവൃത്തിയെയും സപ്പോർട്ട് ചെയ്യും. അന്ന് നോക്കേണ്ടത് എന്താണ്? അന്നത്തെ നക്ഷത്രം ശുഭമാണോ? പിന്നെ ഈ ഗുളികകാല സമയമോ യമകണ്ഠകാല സമയമോ എടുക്കാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ജ്യോത്സ്യനാകുമ്പോൾ അതൊക്കെ നോക്കിയിട്ട് പറഞ്ഞു തരും. നിങ്ങൾ നോക്കുമ്പോൾ ബുധനാഴ്ച മാത്രമേ നോക്കാറിയാവൂ, അല്ലെങ്കിൽ നക്ഷത്രവും കൂടി നോക്കുമായിരിക്കും. അപ്പോൾ ഇന്ന് ദിവസം എല്ലാ കാര്യങ്ങൾക്കും ശുഭപ്രദമായ ദിവസമാണ്. ഇന്നത്തെ ദിവസത്തെ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. അതുപോലെ ഇടവ മാസത്തിലെ ഉത്രം നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ നല്ല ഒരു വർഷമാണ് നിങ്ങൾക്കെന്ന് അറിയുക. ജോലിയില്ലാത്ത ആളിന് ജോലിയെ കൊടുക്കും. ജോലിയിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ ജോലി കയറ്റം കിട്ടും. ഇല്ല, ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ ബിസിനസ് പുരോഗതിയിലേക്ക് വരും. ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലപ്രദമായ സമയമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ഡെവലപ്പ് ചെയ്ത് തരും. അതിന് വേറെ സംശയം വേണ്ട. അത്രയ്ക്ക് അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു വർഷത്തെ വിനിയോഗിക്കണം. ഒരു വർഷത്തെ വേസ്റ്റ് ചെയ്യരുത്, അനുകൂലപ്രദമാക്കി മാറ്റണം. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലതാണ്. വർഷഫലം വന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാല സമയം നോക്കിയിട്ട് ഇറങ്ങണം. രാവുകാലം ഉച്ച സമയത്താണ് പറഞ്ഞ 12 തൊട്ട് 1:30 മണി വരെ എന്ന് കലണ്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിലും 12:23 രാവുകാലം തുടങ്ങുകയുള്ളൂ. 1:57 വരെ രാവുകാല സമയം. ഈ സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമാണ്. അപ്പോൾ രാവുകാലം നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും തിരഞ്ഞെടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഈ രാത്രിക്ക് മാത്രം രാവുകാലം എടുക്കാം. മറ്റു കാര്യങ്ങൾക്കൊന്നും രാവുകാലം ബാധകമല്ല. പക്ഷേ യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതിൽ ഗുളികകാല സമയം വരുന്നത് 10 മണി 49 തൊട്ട് 12:23 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 7:40 തൊട്ട് 9:17 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് ഉച്ച സമയത്താണ്. ശരിക്ക് 12:59 തൊട്ട് 12:47 വരെയാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. അപ്പോൾ ഈ സമയം ശരിക്കും പറഞ്ഞാൽ രാവുകാല സമയം പറഞ്ഞ സമയമായതുകൊണ്ട് ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണ്ട. ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. പച്ച കളറോ പച്ച മിക്സ് ആയിട്ടുള്ള കളറ് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമായിരിക്കും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ല ദിവസമാണ്. നല്ലത് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.